നമ്മുടെ കേരളത്തിലെ വീടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 സെന്റിലോ 4 സെന്റിലൊക്കെ ആയിരിക്കും വീടിരിക്കുക. അതേസമയം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 10 സെന്റ് 15 സെന്റ് 20 സെന്റിലൊക്കെയാണ് വീടിരിക്കുന്നത്. നമ്മൾ എവിടെ ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഫേസ് ഐഡന്റിഫിക്കേഷൻ, രണ്ട് ഫുൾ ആയിട്ടുള്ളൊരു കവറേജ്. അപ്പോൾ നമ്മുടെ സിറ്റിയിലെ വീട് എടുക്കുക, അവിടെ നിങ്ങൾ ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ക്യാമറയിൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതായത് ഫേസ് ഐഡന്റിഫിക്കേഷൻ കിട്ടും, ഫുൾ ആയിട്ടുള്ള ഏരിയ മൊത്തം കാണുന്ന രൂപത്തിൽ വെക്കാൻ പറ്റും. അതേസമയം വില്ലേജിൽ, അതായത് ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ മുറ്റം കവർ ചെയ്തതിന് ശേഷം കുറച്ച് ദൂരത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗേറ്റ് വരുന്നത്. അപ്പൊ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുഖമൊന്നും നമുക്ക് ഈ മുറ്റത്തിരിക്കുന്ന ക്യാമറയിൽ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഒരു സാധാരണ ക്യാമറയുടെ ഐഡന്റിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ 6 മുതൽ 7 മീറ്റർ വരെ മാത്രമാണ് ഒരു നോർമൽ ക്യാമറ. നോർമൽ ക്യാമറ എന്ന് വെച്ചാൽ അത് ഒരു 4mm ലെൻസ് വരുന്ന ക്യാമറ ആയിരിക്കും, ഏതാണ്ട് 77 ഡിഗ്രി വൈഡ് ആയിരിക്കും. അപ്പോൾ വളരെ വലിയ ഏരിയയൊക്കെയാണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ ക്യാമറകളിൽ നമ്മൾ കവർ ചെയ്യേണ്ടി വരും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പലരും നമ്മളോട്, അവിടെ വീട്ടിലെ ഗ്രഹനാഥൻ നമ്മളോട് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ ഒരു മുറ്റത്ത് ഒരു ക്യാമറയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഫ്രണ്ടിൽ ഞാൻ ഒരു ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് മെയിൻ ഡോർ കവർ ചെയ്ത് കിട്ടണം, വീടിൻ്റെ മുമ്പിലുള്ള ഗ്യാരേജിൽ കിടക്കുന്ന വണ്ടി അതവിടെ സേഫ് ആണെന്ന് അറിയണം, അതുപോലെ തന്നെ നമ്മുടെ മുറ്റം മൊത്തം കവർ ചെയ്ത് കിട്ടണം. മുറ്റത്ത് നിന്ന് ഒരു 100 മീറ്റർ ദൂരത്താണ് നമ്മുടെ ഗേറ്റ് വരുന്നത്, ആ ഗേറ്റിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖം വ്യക്തമായിട്ട് കിട്ടണം. ഇതൊന്നും നമുക്കൊരു ഒറ്റ ക്യാമറയിൽ കവർ ചെയ്ത് കിട്ടില്ല. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഏരിയ, നിങ്ങൾ എവിടെ ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും ബാക്ക് ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല. പലപ്പോഴും പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീടിൻ്റെ ഫ്രണ്ട് ഏരിയ മാത്രമായിട്ട് വളരെ വലിയ ക്ലിയർ ആയിട്ട് കാണുന്ന രൂപത്തിലൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, കള്ളന്മാരെ ഏറ്റവും പെട്ടെന്ന് അടിച്ചു പൊളിക്കുന്നതും അവർക്ക് ഈസിലി ആക്സസ് ചെയ്ത് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നതും നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ അവിടെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ക്യാമറ വെക്കാൻ വേണ്ടി നോക്കുക. ഇനി ഞാൻ ആ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എല്ലാ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരേപോലെ ലെൻസുള്ള ഒരേപോലെ റെസൊല്യൂഷനുള്ള ക്യാമറ ചൂസ് ചെയ്യണമെന്നില്ല. അതായത് നമുക്ക് വളരെ വലിയ ഏരിയകളൊക്കെ കവർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഡ് ആംഗിൾ ക്യാമറ നല്ല ഹയർ റെസൊല്യൂഷനോടെ എടുക്കാൻ വേണ്ടി നോക്കുക. അതേസമയം നമുക്കൊരു നാരോ ഏരിയയാണ് കവർ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അത് നാരോ ആയിട്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ തന്നെയുള്ള ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് വേരി ഫോക്കൽ ക്യാമറകൾ എന്ന് പറയുന്നത് എല്ലാ ഏരിയയും നമുക്ക് ക്യാമറയിൽ കവർ ചെയ്ത് കിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഞങ്ങൾ നെക്സാ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ക്യാമറയോടൊപ്പം തന്നെ ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ്റെ സെൻസറുകളോടെ ഞങ്ങൾ ക്ലബ് ചെയ്യും. അങ്ങനെ വരുന്നപ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഒരു കള്ളം വരുവാണെന്നുണ്ടെങ്കിൽ അലാം അടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ അടുത്തുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് തെളിയിക്കാനും സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറയും ഈ ലൈറ്റും ഈ അലാം യൂണിറ്റും എല്ലാം കൂടി ഒരു യൂണിറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഗുണം കിട്ടും. അപ്പോൾ ക്യാമറ വെക്കുന്നത് മാത്രം നമുക്കൊരു ഇങ്ങനെയുള്ള ഇപ്പോൾ മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപകാരപ്പെടില്ല. അപ്പം അത് വേറൊരു വശമാണ്. ഞാനതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. ഇൻട്രൂഷൻ ഡിറ്റക്ഷനെ പറ്റി അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഹയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഗുണം കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഹാർഡ് ഡിസ്കിൻ്റെ കോസ്റ്റ് കണ്ടമാനം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ 8 ക്യാമറ 6 ക്യാമറയൊക്കെ എല്ലാ ക്യാമറകളും 8 മെഗാ പിക്സലും 6 മെഗാ പിക്സലൊക്കെ വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ഡാറ്റ ആയിരിക്കും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷെ അത്രയും വലിയ ഡാറ്റ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ വില കൂടിയ ഹാർഡ് ഡിസ്കുകൾ അതിനൊക്കെ ഇടേണ്ടി വരും. പിന്നെ ഒരുപാട് മോഡൽ ക്യാമറകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇപ്പം സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകളുണ്ട്. അതായത് ഡേ ടൈം കളറായിരിക്കും, നൈറ്റ് ടൈമും കളറായിരിക്കും. അത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് മാത്രമാണ് കളറിലേക്ക് സ്വിച്ച് ഓൺ ഓവർ ആകുക, അല്ലെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ നിൽക്കും. പിന്നെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ തരുന്ന ക്യാമറകളുണ്ട്. അത് രാത്രിയിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, പക്ഷേ ഡേ ടൈമിൽ കളറായിരിക്കും. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളറായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കാണപ്പെടുക. പിന്നെ PTSD ക്യാമറയുണ്ട്, PT ക്യാമറയുണ്ട്. ആ PT ക്യാമറ തന്നെ പല മോഡൽ പല റെസൊല്യൂഷൻ വരുന്നതുണ്ട്. ഓട്ടോ റൊട്ടേഷൻ ചെയ്യുന്ന ക്യാമറയുണ്ട്, നമുക്ക് മാനുവലായിട്ട് തിരിച്ചു നോക്കാവുന്ന ക്യാമറയുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇടണമെങ്കിൽ അതിന് വേരി ഫോക്കൽ ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരുപാട് മോഡൽ ക്യാമറകളും ഒരുപാട് ലെൻസ് ക്യാമറകളും എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട്. അപ്പോൾ ഏത് ക്യാമറ നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ ടൈപ്പ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്മെന്റ് അതിന് വേണം. അതായത് ഒരുപാട് പൊക്കത്തേക്ക് പൊങ്ങി പോകാനും പാടില്ല, ഒരുപാട് താഴേക്ക് പോകാനും പാടില്ല. കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അത് വെക്കണം. എങ്കിൽ മാത്രമാണ് കറക്റ്റ് ആംഗിൾ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4mm ലെൻസുള്ള ക്യാമറയ്ക്ക്
77 ഡിഗ്രിയോളം ആംഗിൾ വ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്യാമറ പൊങ്ങുന്തോറും ആംഗിൾ മാറും, ക്യാമറ താഴുന്തോറും ആംഗിൾ മാറും. ചില ആളുകൾ 2-ാം നിരയുടെ മുകളിൽ കൊണ്ട് വെക്കും, അപ്പോൾ വലിയ ആംഗിളിൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. പക്ഷേ അയാളുടെ ഫേസ് ഐഡന്റിഫിക്കേഷൻ നമുക്ക് പോസിബിൾ ആണോ? ഫേസ് കിട്ടാൻ സാധ്യതയുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിയുടെ മുഖം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് എന്താ പ്രയോജനം? എല്ലാവരുടെയും തലയുടെ മുകളിൽ വെച്ച് ഏതാണ്ടൊക്കെ ഒരേപോലെ ഇരിക്കും. അപ്പോൾ ആരാണ് വരുന്നത്, ആരാ വന്ന് എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓഡിയോ ഉള്ള ക്യാമറകളുണ്ട്, ഓഡിയോ ഇല്ലാത്ത ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്യാമറകളൊക്കെ വെച്ച് പരിചയമുള്ള ഒരാൾക്ക് മാത്രമാണ് ഒരു കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ആംഗിളിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല രീതിയിലൊരു ക്യാമറ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും. ഒരു സൈറ്റ് വിസിറ്റ്, ഒരു നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ്റെ സൈറ്റ് വിസിറ്റ് മസ്റ്റാണ്. അല്ലാതെ നമ്മളൊരു ക്യാമറ കിറ്റ് മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആയിരിക്കില്ല. ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ സൈറ്റ് വിസിറ്റിന് ആളുകൾ വിടുന്നുണ്ട്. പക്ഷേ അതൊരു ടെക്നീഷ്യൻ തന്നെയാണ് പോകുന്നത്. ഒരിക്കലും ഒരു മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സെയിൽസിൻ്റെ ആളല്ല ഞങ്ങൾ വിടാറുള്ളത്. നമ്മളിപ്പോൾ ഒരു ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ ഒരു കൊല്ലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അത് വാങ്ങിക്കുന്നത്. അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു കൊല്ലത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വൈഫൈ ക്യാമറ മേടിച്ച് വെച്ചാൽ മതി. അല്ലാതെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ള സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 60,000-50,000 രൂപ നിങ്ങൾ മുടക്കുന്നുണ്ടാവും. അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഹയർ റെസൊല്യൂഷൻ ക്യാമറകൾ അത് വളരെ കൂടുതൽ നമ്പറൊന്നും നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. റൈറ്റ് ആയിട്ടുള്ള ക്യാമറ ചൂസ് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അത് റൈറ്റ് പൊസിഷനിൽ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ റൈറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യനെ കൊണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുകയും വേണം. അല്ല ആരെങ്കിലും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു ക്യാമറ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ വീഡിയോ പോയി നോക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഒരു സിംഗിൾ വൈഫൈ ക്യാമറയുടെ ഒന്നും ഇൻസ്റ്റലേഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കാറില്ല. അതിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുവാണ്. അതിപ്പോൾ ഒരാളുടെ വീട്ടിൽ ചെയ്ത പോലെ ആയിരിക്കില്ല അടുത്ത വീട്ടിൽ വരിക. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, കസ്റ്റമൈസ്ഡ് ആണ്. കാരണം ഓരോരുത്തരുടെ വീടും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ചെയ്യുന്നില്ലെങ്കിലും എന്തെങ്കിലും കാലത്ത് നിങ്ങൾ നല്ലൊരു ക്യാമറ സിസ്റ്റം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പർ ഇപ്പം തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇനി മറ്റാരെങ്കിലും പുതിയ വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.